മത്സരം തീരാൻ 11 മിനിറ്റ് മാത്രം ശേഷിക്കെ ഉറുഗ്വേയുടെ റൈറ്റ് വിങ്ങർ അൽസിഡസ് ജിഗ ഒരു ചാട്ടുളി പോലെ പാഞ്ഞു ബ്രസീലിയൻ ബോക്സിലേക്ക്. അദ്ദേഹം കൃത്യമായി ഗോൾ കീപ്പറെ കബളിപ്പിച്ച് നിറയൊഴിച്ചു. സ്കോർ 2-1. ഇപ്പോൾ മാരക്കാന ശ്മശാനമുഖമാണ്. അവരുടെ ഹൃദയമിടിപ്പുകൾ കേൾക്കാം. അവർ ശ്വാസമടക്കി പിടിച്ച് കാത്തിരുന്നു. പിന്നെയുള്ള 11 മിനിറ്റുകൾ ബ്രസീലിൻ്റെ മറുപടി ഗോളിനായി. എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് റഫറിയുടെ അവസാന വിസിലും വന്നു. ഇപ്പോൾ അവിടെ കേൾക്കുന്നത് ഉറുഗ്വേൻ കളിക്കാരുടെയും ഒഫീഷ്യലുകളുടെയും വിജയാഘോഷം മാത്രമാണ്. ഇത് ബ്രസീലിയൻ ജനതയ്ക്ക് തന്നെ ഏറ്റ ഒരു വലിയ ആഘാതമായിരുന്നു. ഈ ആഘാതത്തിൽ ചിലർ ആത്മഹത്യ ചെയ്തു. ചില ബ്രസീലിയൻ കളിക്കാർ പന്ത് കളി എന്നേക്കുമായി അവസാനിപ്പിച്ചു. തൊട്ടടുത്ത ദിവസം ബ്രസീലിയൻ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചില്ല. അവരുടെ പരാജയം അച്ചടിക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല. ഈ പരാജയം തൻ്റെ നാവിലൂടെ പറയാതിരിക്കാൻ ഒരു പ്രശസ്തനായ റേഡിയോ ജോക്കി തൻ്റെ ജോലി ഉപേക്ഷിച്ചു. വിജയികൾക്കായി തയ്യാറാക്കിയ ആ 22 സ്വർണ്ണപ്പതക്കങ്ങൾ പിന്നീട് ലോകം കണ്ടില്ല. അന്ന് വരെ ബ്രസീലുകാർ ഉപയോഗിച്ചിരുന്ന ആ തൂവെള്ള ജേഴ്സി ഒരു ദൗർഭാഗ്യത്തിൻ്റെ ചിഹ്നമായി കണ്ട് അവർ എന്നേക്കുമായി ഉപേക്ഷിച്ചു. ഒരിക്കൽ പോലും ആലപിക്കപ്പെടാതെ ആ വിജയഗാനം. ഇന്ന് ഈ മത്സരം കളിച്ച ആരും ജീവിച്ചിരിപ്പില്ല. അതിൽ അവസാനത്തെ ആളായി 2016 ജൂലൈ 16 തന്നെ അൽസിഡസ് ജിഗ എന്ന ആ വിന്നിംഗ് ഗോൾ സ്കോറർ ഈ ലോകത്തോട് വിട പറഞ്ഞു.